നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് രാത്രിയിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക. മൊബൈലിലെ ചാർജും തീർന്നു എന്ന് വിചാരിക്കുക. പേടിക്കാൻ വരട്ടെ. അവിടെയാണ് നമ്മുടെ ഈ മാനുവൽ ടോർച്ചിൻ്റെ പ്രയോജനം വരുന്നത്. ഈ മാനുവൽ ടോർച്ചിന് ബാറ്ററിയുടെ ആവശ്യമില്ല. ഇതിലെ LED-യിലേക്ക് എനർജി നൽകുന്നത് നമ്മൾ തന്നെയാണ്. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ മാനുവൽ ടോർച്ചിൻ്റെ പിന്നിലെ ഈ ലിവർ കറക്കിയാണ് നമ്മളിതിലെ LED പ്രകാശിപ്പിക്കുന്നത്. ഈ മാനുവൽ ടോർച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യമായി ഒരു 2 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് എടുത്ത് അതിൽ ഒരു ദ്വാരമിടുക. അടുത്തതായി മറ്റൊരു എൻഡ് ക്യാപ്പ് എടുത്ത് അതിൽ ഒരു 5 mm LED ഉറപ്പിക്കാൻ പറ്റുന്ന വിധം ഒരു ഹോൾ ഇടുക. ഇതുപോലെ 2 എൻഡ് ക്യാപ്പിലെയും ഹോളുകൾ വൃത്തിയാക്കിയെടുക്കുക. ഇനി ഇതുപോലൊരു DC ഗിയർ മോട്ടർ എടുത്ത് ഒരു എൻഡ് ക്യാപ്പിൽ ഉറപ്പിക്കുക. ഇനി ഏകദേശം 1/2 മീറ്റർ നീളം വരുന്ന 2 വയറുകൾ എടുക്കുക. ആ 2 വയറുകൾ മോട്ടറിൻ്റെ ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്യുക. ഇനി മറ്റേ വയർ കണക്ട് ചെയ്യുക. ഇനി 1 അടി നീളത്തിലുള്ള PVC പൈപ്പ് എടുക്കുക. ഇനി ഒരു LED എടുക്കുക. LEDയുടെ നിറം ഇഷ്ടമുള്ളത് എടുക്കാം. അടുത്തതായി മറ്റൊരു എൻഡ് ക്യാപ്പ് എടുത്ത് അതിൽ ഒരു 5 mm LED ഉറപ്പിക്കാൻ പറ്റുന്ന വിധം ഒരു ഹോൾ ഇടുക. ഇനി ആ LED നല്ലതാണോ എന്നറിയാൻ ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് കത്തിച്ചു നോക്കുക. LED-യിലേക്ക് ഇനി 2 വയേഴ്സ് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ആ ഗിയർഡ് മോട്ടറിൻ്റെ റോട്ടർ കൈകൊണ്ടൊന്ന് കറക്കി നോക്കാം. LED കത്തുന്നത് കണ്ടില്ലേ? ഇവിടെ ഗിയർഡ് മോട്ടർ ഒരു ഡൈനാമോയായാണ് പ്രവർത്തിക്കുന്നത്. അടുത്തതായി ആ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ആ വയേഴ്സ് ഇറക്കുക. ഇനി ആ എൻഡ് ക്യാപ്പ് PVC പൈപ്പിൽ ഉറപ്പിക്കുക. അടുത്തതായി LED എടുത്ത് മറ്റേ എൻഡ് ക്യാപ്പിൽ ഉറപ്പിക്കുക. ഇനി ആ LED ഉറപ്പിച്ച് എൻഡ് ക്യാപ്പ് എടുത്ത് PVC പൈപ്പിൽ ഉറപ്പിക്കുക. നമുക്കിനി ഗിയർഡ് മോട്ടറിൻ്റെ റോട്ടർ ഒന്ന് കറക്കി നോക്കാം. ഇവിടെ മെക്കാനിക്കൽ എനർജിയെ ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും പിന്നീട് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുകയാണ്.
ഇനി ഞാൻ ഈ ടോർച്ച് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള വീഡിയോകൾ കാണിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.